രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 27, 28 ദശകങ്ങൾ നോക്കാം. ആദ്യം 27ാമത്തെ ദശകം, ക്ഷീരാബ്ധിമഥനവും കൂർമാവതാരവും. ഒന്നാമത്തെ ശ്ലോകം. ദുർവാസാ സുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമൃതിദേശശാപചക്രം കാക്ഷാന്തിസ്ത്വദിതരദേവതാംശജാനാം. പദം മുറിച്ച് പറയാം. ദുർവാസാഹ സുരവനിത ആപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃദിതേ ശശാപ ശക്രം കാക്ഷാന്തിഃ ത്വദ് ഇതര ദേവതാംശജാനാം. ദേവതാംശജാനാം. ദുർവാസാഹ സുരവനിത ആപ്ത ദിവ്യമാല്യം ശക്രായ സ്വയം ഉപദായ. ദുർവാസാവു മഹർഷി ദേവസ്ത്രീയിൽ നിന്ന് കിട്ടിയ ദിവ്യമായ മാല ഇന്ദ്രനായിക്കൊണ്ട് സ്വയം സമ്മാനിച്ചിട്ട് തത്ര ഭൂയഃ അത് വീണ്ടും നാഗേന്ദ്ര പ്രതിമൃതിതെ ഐരാവതത്താൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ ശക്രം ശശാപ ഇന്ദ്രനെ ശപിച്ചു. ത്വത് ഇതര ദേവത അംശജാനാം അവിടുന്നൊഴികെ മറ്റു ദേവന്മാരുടെ അംശങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് കാക്ഷാന്തിഹി എവിടെയാണ് ക്ഷമ. ദുർവാസാവു മഹർഷിക്ക് ഒരു ദേവസ്ത്രീ സമ്മാനിച്ച ദിവ്യമായ ആ മാല, ഒരു മാല ദേവേന്ദ്രനെ സമ്മാനിക്കുകയാണ്. ആ മാല പിന്നീട് ഐരാവതം നശിപ്പിച്ചു. ഇതറിഞ്ഞ ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ചു എന്ന് പറഞ്ഞിട്ട് ബൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങയുടെ അംശത്തിൽ നിന്നല്ലാതെ മറ്റു ദേവന്മാരുടെ അംശങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് എവിടെയാണ് ക്ഷമ? ക്ഷമ തീരെ ഉണ്ടാവില്ല എന്നർത്ഥം. മഹാദേവന്റെ അംശാവതാരമാണ് ദുർവാസാവു മഹർഷി. മഹർഷിക്ക് ഒരിക്കൽ ഒരു വിദ്യാധര സ്ത്രീ ഒരു പൂമാല കൊടുത്തു. അതിൻ്റെ മഹത്വം നല്ലതുപോലെ മനസ്സിലാക്കിയ ദുർവാസാവ് മഹർഷി അത് ദേവേന്ദ്രന് സമ്മാനിച്ചു. ഐരാവതത്തിൻ്റെ പുറത്തിരുന്ന ദേവേന്ദ്രൻ ആ മാല വാങ്ങിയിട്ട് ആനയുടെ മസ്തകത്തിൽ വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മാലയുടെ സൗരഭ്യത്തിൽ ആകർഷിക്കപ്പെട്ട കുറേ വണ്ടുകൾ ആനയ്ക്ക് ചുറ്റും മൂളിപ്പറക്കാൻ തുടങ്ങി. അങ്ങനെ ആ മാല കൊടുത്തിട്ട് ദുർവാസാവ് അവിടുന്ന് പോയി കഴിയുന്നതിന് മുൻപ് തന്നെ വണ്ടുകളുടെ ശല്യം കൊണ്ട് ആന ആ മാല തെരഞ്ഞു പിടിച്ച് തുമ്പിക്കൈക്കൊണ്ട് അതെടുത്ത് അത് താഴെയിട്ട് ചവിട്ടി തേച്ചു. ഇത് കണ്ട ദുർവാസാവ്, നിങ്ങൾക്ക് ജരാനര ബാധിക്കട്ടെ, നിങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങളും ഇല്ലാതാകട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഇവിടെ മേൽപ്പത്തൂര് പറയുകയാണ്, ഭഗവാൻ ഒഴികെ മറ്റ് ദേവന്മാരുടെ അംശത്തിൽ നിന്ന് ജനിച്ചവർക്ക് എവിടെയാണ് ക്ഷമ? ക്ഷമ ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ദുർവാസാവ് അപ്പം തന്നെ ശപിച്ചത്. അപ്പോൾ പരമേശ്വരൻ്റെ അംശാവതാരമാണ് ദുർവാസാവ്. മഹാദേവൻ ക്ഷിപ്രപ്രസാദിയും ഒപ്പം ക്ഷിപ്രകോപിയുമാണല്ലോ. ഇനി രണ്ടാമത്തെ ശ്ലോകം. ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജമേത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തമാബുഃ. പദം മുറിച്ച് പറയാം. ശാപേന പ്രഥിതജരേ അഥ നിർജരേന്ദ്രേ ദേവേഷു അഭി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാഃ കമലജം ഏത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തം ആബുഹു. അഥ നിർജരേന്ദ്രേ ശാപേന പിന്നീട് ദേവേന്ദ്രൻ
ശാപം കൊണ്ട് പ്രഥിതജരെ ജരാനര ബാധിച്ച് ദേവേഷു അഭി അസുരജിതേഷു നിഷ്പ്രഭേഷു ദേവന്മാര് അസുരന്മാരോട് തോറ്റ് നിഷ്പ്രഭരായപ്പോൾ ശർവാദ്യ സർവദേവാഹ ശിവൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും കമലജം ഏത്യ ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് സമം നിർവാണപ്രഭവ എല്ലാ ദേവന്മാരും ഒത്തുചേർന്ന് സുഖാനുഭവത്തിൻ്റെ ഉദ്ഭവസ്ഥാനമായ ഭവന്തം ആബുഹു അങ്ങയെ ശരണം പ്രാപിച്ചു. അപ്പോൾ ശാപം കൊണ്ട് ദേവേന്ദ്രനെ ജരാനര ബാധിച്ച സമയത്ത് ദേവന്മാർ അസുരന്മാരോട് പരാജയപ്പെട്ടു. അങ്ങനെ ദേവന്മാർ നിഷ്പ്രഭരായപ്പോൾ, പ്രഭ ഇല്ലാതായപ്പോൾ ഇന്ദ്രൻ മുതലായ ദേവന്മാരെല്ലാവരും കൂടി സർവസുഖാനുഭവങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമായ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഇനി മൂന്നാമത്തെ ശ്ലോകം. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാ ചിരം തദാനീം പ്രാദുഷൻ വരദ പുരഃ പരേണ ധാംനാ ഹേ ദേവാ ദിദിജകുലേർവിധായ സന്ധിം പീയൂഷം പരിമഥിതേതി പര്യശാസ്ത്വം. പദമുറിച്ച് പറയാം. ബ്രഹ്മാദേഹി ബ്രഹ്മ ആദേഹി സ്തുതമഹിമ ചിരം തദാനീം പ്രാദുഷൻ വരദ പുരഃ പരേണ ധാംന ഹേ ദേവ ദിദിജകുലൈഃ വിധായ സന്ധിം പീയൂഷം പരിമഥതേ ഇതി പര്യശാഹ ത്വം. വരദ ഗുരുവായൂരപ്പ ബ്രഹ്മാദേഹി ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാര് ചിരം വളരെ നേരം സ്തുതമഹിമ അങ്ങയുടെ മഹാത്മ്യത്തെക്കുറിച്ച് സ്തുതിച്ചപ്പോൾ ത്വം തദാനീം പുരഹ അവിടുന്ന് ദേവന്മാരുടെ മുൻപിൽ പരേണ ധാംന അതിതേജസ്വിയായിട്ട് പ്രാദുഷൻ പ്രത്യക്ഷനായിട്ട് ഹേ ദേവാഹ ദിദിജകുലൈഃ സന്ധിം വിധായ പീയൂഷം പരിമഥത ദേവന്മാരെ അസുരന്മാരുമായി സന്ധി ചെയ്തിട്ട് അമൃത് കടഞ്ഞെടുക്കുക ഇതി പര്യശാഹ എന്ന് ഉപദേശിച്ചു. അപ്പോൾ മേൽപ്പത്തൂർ പറയുകയാണ്, ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് അഭീഷ്ടവരങ്ങളെ കൊടുക്കുന്ന ഭഗവാനെ ദേവന്മാരെ അങ്ങയുടെ അടുത്ത് വന്ന് വളരെ നേരം സ്തുതിച്ചപ്പോൾ അസുരന്മാരുമായി സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കാൻ അവിടുന്ന് ഉപദേശിച്ചു. ഭഗവാൻ പറഞ്ഞു, കാലം ഇപ്പോൾ അസുരന്മാർക്ക് അനുകൂലമാണ്, അതുകൊണ്ട് കാലം നിങ്ങൾക്ക് അനുകൂലമാകുന്നത് വരെ അവരോട് സന്ധി ചെയ്യണം. കാര്യം സാധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഉദാഹരണമായിട്ട് ഭഗവാൻ ഭാഗവതം അഷ്ടമസ്കന്ധം 6-ാം അധ്യായത്തിൽ ഒരു കഥ, ഒരു ശ്ലോകം കൊണ്ട് പറയുന്നുണ്ട്. അരയോഭിഹി സന്ധേയ സതി കാര്യാർത്ഥഗൗരവേ അഹി മൂഷികവദ്ദേവ ഹ്യർത്ഥസ്യ പദവീം ഗതേ. പാമ്പാട്ടിയുടെ കൂടയിലകപ്പെട്ട സർപ്പം അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ദ്വാരമുണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ശത്രുവായ എലിയോട് സന്ധി ചെയ്യാറുണ്ട്. അങ്ങനെ സന്ധി ചെയ്യുമ്പോൾ എലി കൂട കടിച്ചു മുറിച്ച് ഒരു ദ്വാരമുണ്ടാക്കി കൊടുക്കും. ആ ദ്വാരത്തിലൂടെ പുറത്തു വന്ന സർപ്പം ആ എലിയെ തന്നെ പിടിച്ച് തിന്നുകയും ചെയ്യും. ഇനി 4-ാമത്തെ ശ്ലോകം. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം പൃഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഗഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയഃ പയോധൗ. പദം കുറിച്ച് പറയാം. സന്ധാനം കൃതവതി ദാനവൈഃ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം പൃഷ്ടേ അസ്മിൻ ബദരം ഇവ ഉദ്വഹൻ ഖഗേന്ദ്രേ സദ്യഃ ത്വം വിനിഹിതവാൻ പയഃ പയോധൗ. സുരൗഖേ ദാനവൈഃ സന്ധാനം കൃതവതി ദേവന്മാരെ അസുരന്മാരുമായിട്ട് സന്ധി ചെയ്തതിന് ശേഷം മന്ധാനം മന്ദരാദ്രിം കടകോലായി നിശ്ചയിച്ച മന്ദരപർവ്വതത്തെ മദേന അഹങ്കാരത്തോടുകൂടി
നയതി എടുത്തുകൊണ്ടു പോകുമ്പോൾ അസ്മിൻ പൃഷ്ഠേ ആ പർവ്വതം താഴെ വീണുപോയപ്പോൾ സദ്യ പെട്ടെന്ന് തന്നെ ത്വം അവിടുന്ന് ബദരം ഇവ ബദരപ്പഴം പോലെ എലന്തിപ്പഴത്തെ എന്ന പോലെ ഖഗേന്ദ്രേ ഖഗം പക്ഷി ഖഗേന്ദ്രൻ പക്ഷികളുടെ ഇന്ദ്രൻ ഗരുഡനിൽ എടുത്തു വെച്ച് പയോധൗ പാലാഴിയിൽ കൊണ്ടുപോയി വിനിഹിതവാൻ ഇട്ടു. അപ്പോൾ ഇവിടെ ദേവന്മാര് അസുരന്മാരുമായി സന്ധി ചെയ്തപ്പോൾ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഉപദേശമനുസരിച്ച് ദേവന്മാര് അസുര ചക്രവർത്തിയായ മഹാബലിയുടെ അടുത്ത് ചെന്ന് കാര്യം പറയാണ്. മഹാമതിഹി മഹേന്ദ്ര സ്വക്ഷ്ണയാ വാച സാന്ത്വയിത്വ എന്നാണ് ഭാഗവതം പറയുന്നത്. മഹാബുദ്ധിമാനായ ദേവേന്ദ്രൻ മധുരമായ വാക്കുകൾ കൊണ്ട് മഹാബലിയെ സന്തോഷിപ്പിച്ചു എന്ന് പറയാൻ. അപ്പോൾ സ്വകാര്യകുശലാഹ സുരാഹ എന്നാണ്, സ്വന്തം കാര്യം നേടാൻ അതിസമർത്ഥരാണ് ദേവന്മാർ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ട് ആ ദേവാസുരന്മാർ ശത്രുതയൊക്കെ താൽക്കാലികമായിട്ടാണെങ്കിലും മാറ്റിവെച്ചിട്ട് കടകോലായി നിശ്ചയിച്ചിട്ടുള്ള മന്ദരപർവ്വതത്തെ പറിച്ചെടുത്തിട്ട് സമുദ്രത്തിലേക്ക് അഹങ്കാരത്തോടു കൂടി കൊണ്ടുപോകുന്ന സമയത്ത് പർവ്വതം താഴെ വീണുപോയി. ഭഗവാൻ അത് കണ്ടിട്ട് തൻ്റെ ഒറ്റ കൈക്കൊണ്ട് പർവ്വതത്തെ പ്രയാസം കൂടാതെ ഒരു എലന്തിപ്പഴത്തെ എന്ന പോലെ അനായാസമായിട്ട് ഗരുഡനിൽ എടുത്തു വെച്ച് പാലാഴിയിൽ കൊണ്ടുപോയി വെച്ചു. ഇനി 5ാമത്തെ ശ്ലോകം. ആദായ ദ്രുതമഥ വാസുകിംബരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർവ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ. പദമുറിച്ച് പറയാം. ആദായ ദ്രുതം അഥ വാസുകിം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥന വിധൗ സുരാസുരൈഃ തൈഃ വ്യാജാത് ത്വം ഭുജഗമുഖേ അകരോഃ സുരാരീൻ. അഥ തൈഃ സുരാസുരൈഃ പിന്നീട് ആ ദേവാസുരന്മാരെ ദ്രുതം പെട്ടെന്ന് തന്നെ വാസുകിം വരത്രാമാധായ വാസുകിയെ കയറാക്കിയിട്ട് വിനിഹിത സർവബീജ ജാലെ എല്ലാ ഔഷധി ബീജങ്ങളും ഇട്ടിട്ടുള്ള പാദോധൗ സമുദ്രത്തിൽ മഥനവിധൗ പ്രാരബ്ധേ മഥനം തുടങ്ങിയപ്പോൾ ത്വം അവിടുന്ന് വ്യാജമായിട്ട് കപടബുദ്ധി പ്രയോഗിച്ചിട്ട് സുരാരീൻ സുര എന്ന് പറയുമ്പോൾ സുരാഹ ദേവന്മാർ, സുരാരി ദേവൻ്റെ ശത്രു അസുരൻ. അപ്പോൾ അസുരന്മാരെ ഭുജഗമുഖേ വാസുകിയുടെ തലയ്ക്കൽ അകരോഹം ആക്കി തീർത്തു. മന്ദരപർവ്വതത്തെ സമുദ്രത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം ദേവന്മാരും അസുരന്മാരും മഥനം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാനും ദേവന്മാരും കൂടി വാസുകിയുടെ തലഭാഗം പിടിച്ചപ്പോൾ വാൽഭാഗം പിടിക്കുന്നത് കുറച്ചിലാണെന്ന് അസുരന്മാർക്ക് തോന്നി. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ പരിശുദ്ധരായ ഞങ്ങൾ വാൽഭാഗം പിടിക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ച് മൗനമായി നിൽക്കുന്ന അസുരന്മാരെ നോക്കി മന്ദഹസിച്ചിട്ട് ഭഗവാൻ തലഭാഗം അസുരന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് വാൽഭാഗം പിടിച്ചു. ദേവന്മാരെ വാൽഭാഗം പിടിച്ചു. മഥനം തുടങ്ങിയാൽ വാസുകിയുടെ മുഖത്ത് നിന്ന് വിഷക്കാറ്റ് പുറപ്പെടുമെന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തല പിടിച്ചാൽ തലഭാഗം തങ്ങൾക്ക് വേണമെന്ന് അസുരന്മാർ നിർബന്ധം പിടിക്കുമെന്നും ഭഗവാൻ അറിയാം. അപ്പോൾ സർവജ്ഞനല്ലേ ഭഗവാൻ. അപ്പോൾ അവരെ തന്നെ മുഖഭാഗത്ത് നിർത്തണമെന്ന് കരുതിയാണ് ഭഗവാൻ ആദ്യം തന്നെ വാസുകിയുടെ തല പിടിച്ചത്. ഇനി 6ാമത്തെ ശ്ലോകം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരദോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം. പദമുറിച്ച് പറയാം. ക്ഷുബ്ധ അദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതഃ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ടാം.
ക്ഷുഭിത ജലോദരെ, ജലത്തിൻ്റെ ഉൾഭാഗം ആകെ കലങ്ങിമറിയുന്ന ദുഗ്ധാബ്ധൗ, പാലഴിയിൽ, തദാനീം അപ്പോൾ, ക്ഷുബ്ധാദ്രൗ കടകോലായ മന്ദരപർവ്വതം, ഗുരുതര ഭാരത അത്യധികം വർദ്ധിച്ച ഭാരം കൊണ്ട്, നിമഗ്നെ താണുപോകുകയും, ദേവേഷു വ്യഥിതതമേഷു ദേവന്മാരെ വളരെ ദുഃഖിക്കുകയും ചെയ്ത സമയത്ത്, തത് പ്രിയൈഷീ ത്വം ദേവന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് കഠോരപൃഷ്ഠാം കമഠതനും കടുപ്പമുള്ള പൃഷ്ഠഭാഗത്തോടു കൂടിയ കൂർമ്മത്തിൻ്റെ ശരീരം പ്രാണൈഷീഹി പ്രകർഷേണ ആനയിച്ചു എന്ന് പറയുമ്പോൾ സ്വീകരിച്ചു. ഈ ശ്ലോകത്തിലെ കൂർമാവതാരം വർണ്ണിക്കുകയാണ്. ഉൾഭാഗമാകെ കലങ്ങിമറിയുന്ന പാലാഴിയിൽ മഥനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടിയിൽ ആസ്പദമില്ലാത്തതുകൊണ്ടും വർദ്ധിച്ച ഭാരം കൊണ്ടും പർവ്വതം വെള്ളത്തിൽ താണുപോയി. പരിശ്രമം വിഫലമായത് കണ്ടപ്പോൾ അവർക്ക്, ദേവന്മാർക്ക്, അസുരന്മാർക്കും അസഹ്യമായ ദുഃഖമുണ്ടായി. അത് കണ്ട ഭഗവാൻ അത്യന്തം വിപുലവും ആശ്ചര്യജനകവുമായ ആമയുടെ സ്വരൂപം സ്വീകരിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. വജ്രാതിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോദേഃ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധാം. പദമുറിച്ച് പറയാം. വജ്രാതിസ്ഥിരതരകർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗത ലക്ഷയോജനേന അംബോദേഃ കുഹരഗതേന വർഷ്മണാ ത്വം നിർമഗ്നം ക്ഷിതിധരനാഥം ഉന്നിനേധ. വിഷ്ണു ത്വം ഭഗവാനെ അവിടുന്ന് വജ്രാതി സ്ഥിരതര കർപ്പരേണ വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ പുറംചട്ടയുള്ളതും വിസ്താരാത് പരിഗത ലക്ഷയോജനേന 1,00,000 യോജന വിസ്താരമുള്ളതും അംബോദേഹ സമുദ്രത്തിൻ്റെ കുഹരഗതേന വർഷ്മണ അടിയിലെത്തിയതുമായ ശരീരം കൊണ്ട് നിർമഗ്നം ക്ഷിതിധരനാഥം താണുപോയ മന്ദരപർവ്വതത്തെ ഉന്നിനേധ മേൽപോട്ട് ഉയർത്തി. അങ്ങനെ ആമയുടെ രൂപം സ്വീകരിച്ചതിന് ശേഷം വജ്രത്തേക്കാൾ കടുപ്പം കൂടിയ പുറംചട്ടയുള്ളതും 1,00,000 യോജന വിസ്താരമുള്ളതും അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ അടിത്തട്ട് വരെ എത്തിയതുമായ ആ ശരീരം കൊണ്ട് താണുപോയ മന്ദരപർവ്വതത്തെ ഭഗവാൻ മേൽപോട്ട് ഉയർത്തി. ഇനി 8ാമത്തെ ശ്ലോകം. ഉന്മഗ്നേ ഝടിതി തഥാ ധരാന്തരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യ ദ്വിതയഗണേഭി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്ഥാൻ. പദമുറിച്ച് പറയാം. ഉന്മഗ്നേ ഝടിതി തഥാ ധരാധരേന്ദ്രേ നിർമേതുഃ ദൃഢം ഇഹ സമ്മതേന സർവേ ആവിശ്യ ദ്വിതയഗണേ അഭി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവീവൃതഃ താൻ. തഥാ ധരാധരേന്ദ്രേ അപ്പോൾ മന്ദരപർവ്വതം ഝടിതി ഉന്മഗ്നെ പെട്ടെന്ന് ഉയർന്നു വന്ന സമയത്ത് ഇഹ സർവേ സമ്മതേന അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആഹ്ലാദത്തോടെ ദൃഢം വളരെ ശക്തിയോടു കൂടിയിട്ട് നിർമേതുഹു കടയാൻ തുടങ്ങി. ഭഗവാനെ അവിടുന്ന് ദ്വിതയഗണേ 2 സംഘത്തിലും സർപ്പരാജെ അഭി ആവിശ്യ വാസുകിയിലും പ്രവേശിച്ചിട്ട് വൈവശ്യം പരിശമയൻ ക്ഷീണത്തെ ശമിപ്പിച്ചിട്ട് താൻ അവിവൃത അവരെ ശക്തിയും ഉത്സാഹവും വർദ്ധിച്ചവരാക്കി. അപ്പം അങ്ങനെ മന്ദരപർവ്വതം പെട്ടെന്ന് പൊങ്ങി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ശക്തിയോടെ ആഹ്ലാദത്തോടെ പാലാഴി കടയാൻ തുടങ്ങി. ആ സമയത്ത് ഭഗവാൻ 2 സംഘത്തിലും വാസുകിയിലും പ്രവേശിച്ചിട്ട് എല്ലാവരുടെയും ക്ഷീണം തീർത്തിട്ട് അവരുടെ ഉത്സാഹവും ശക്തിയും വർദ്ധിപ്പിച്ചു. ഇവിടെ മഥനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസുരന്മാരും ദേവന്മാരും ഒപ്പം വാസുകിയും ക്ഷീണിച്ചിരിക്കുന്നതായി കണ്ട ഭഗവാൻ
അസുരസ്വരൂപത്തോടു കൂടിയിട്ട് അസുരന്മാരിലും, ദേവസ്വരൂപത്തോടു കൂടിയിട്ട് ദേവന്മാരിലും, നിദ്രാസ്വരൂപത്തോടു കൂടിയിട്ട് വാസുകിയിലും പ്രവേശിച്ചു. അങ്ങനെ അവരുടെ വീര്യബലങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ശരീരപീഡയെ ഒട്ടും തന്നെ അറിയാത്ത വിധത്തിൽ ആക്കുകയും ചെയ്തു എന്ന് ഭാഗവതം. ഇവിടെ ദേവഭാവം, അസുരഭാവം, നിദ്ര തുടങ്ങിയ എല്ലാ ഭാവങ്ങളും ഈശ്വര കാര്യങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു. ഇനി 9ാമത്തെ ശ്ലോകം. ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തേഗസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയഃ പ്രമോദാദുദ്ഭ്രാന്ത നുനുവുരുപാത്ത പുഷ്പവർഷാഃ. പദം മുറിച്ച് പറയാം. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിരതര ഹസ്ത പങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശ ആദയഃ പ്രമോദാത് ഉദ്ഭ്രാന്ത നുനുവുഹു ഉപാത്ത പുഷ്പവർഷാഃ. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിരതര ഹസ്തപങ്കജം ത്വാം. ശക്തിയായി തിരിയുമ്പോഴുണ്ടാകുന്ന വേഗത കൊണ്ട് പൊങ്ങി വരുന്ന മന്ദരപർവ്വതത്തിന്മേൽ ഒരു തൃക്കൈ വച്ചിട്ട് പർവ്വതം അധികം പൊങ്ങിപ്പോകാതെ തടുത്ത് നിർത്തി അങ്ങനെ നിൽക്കുന്ന ഭഗവാനെ അഭ്രാന്തേ വിധിഗിരിശ ആദയഃ, ആകാശപ്രദേശത്ത് എത്തിച്ചേർന്ന ആ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാര് പ്രമോദാത് ഉദ്ഭ്രാന്താഹ, പ്രമോദാത് ഉദ്ഭ്രാന്താഹ, സന്തോഷം കൊണ്ട് പരവശരായിട്ട് ഉപാത്ത പുഷ്പവർഷാഹ, പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് നനുവുഹു സ്തുതിച്ചു. പർവ്വതത്തിൻ്റെ മുകൾഭാഗം ശരിയായി ചലിക്കുന്നത് കണ്ടിട്ട്, പർവ്വതത്തിൻ്റെ ആ മുകൾ ഭാഗം ശരിയായി നിൽക്കാതെ അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് 1000 കൈകളോടുകൂടിയ ശ്രീഹരി മറ്റൊരു പർവ്വതം പോലെ വലിയ സ്വരൂപത്തോടെ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് പ്രവേശിച്ചിട്ട് ഒരു കൈ കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ പിടിച്ചിട്ട് ഇളകാതെ അതങ്ങനെ നിർത്തിയിട്ട് ഭഗവാൻ അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഭഗവാന് അവിടെ എത്തിച്ചേർന്ന ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ ദേവന്മാരെ സന്തോഷപരവശരായിട്ട് ഭഗവാനിൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയാണ്. ഇനി 10ാമത്തെ ശ്ലോകം. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേഭി കിഞ്ചിദാർത്തേ കാരുണ്യാത്തവ കില ദേവവാരിവാഹാം പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. പദമുറിച്ച് പറയാം. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ, ഭുജഗമുഖ അനിലേന തപ്തേ തേന ഏവ ത്രിദശകുലേ അഭി കിഞ്ചിത് ആർത്തേ കാരുണ്യാത് തവ കില ദേവ വാരിവാഹാഹ പ്രാവർഷൻ അമരഗണാൻ ന ദൈത്യസംഘാൻ. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന, അസുരന്മാര് വാസുകിയുടെ മുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വിഷക്കാറ്റേറ്റിട്ട് തപ്തേ ചുട്ടുനീറി സങ്കടപ്പെടുമ്പോൾ തേന ഏവ അതുകൊണ്ട് തന്നെ, ആ വിഷക്കാറ്റുകൊണ്ട് തന്നെ ത്രിദശകുലേ അഭി ദേവന്മാരും കിഞ്ചിത് ആർത്തെ കുറച്ച് വിഷമിച്ചപ്പോൾ ദേവ ഭഗവാനെ തവ കാരുണ്യാത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് വാരിവാഹാഹ മേഘങ്ങൾ അമരഗണാൻ പ്രാവർഷൻ കില ദേവന്മാരിൽ നന്നായി മഴ പെയ്യിച്ചുവല്ലോ. ദൈത്യസംഘാൻ ന അസുരന്മാരിൽ മഴ പെയ്യിച്ചില്ല.
അപ്പോൾ പർവ്വതത്തിൻ്റെ അടിയിൽ കൂർമ്മമായി നിന്നുകൊണ്ടും മുകളിൽ ഒരു തൃക്കൈ കൊണ്ട് പർവ്വതത്തെ അമർത്തിപ്പിടിച്ചും ദേവന്മാരിലും അസുരന്മാരിലും വാസുകിയിലും ഒരുപോലെ പ്രവേശിച്ചുകൊണ്ടും ശക്തിയോടെ ഉത്സാഹിച്ച് പാലാഴി കടയാൻ തുടങ്ങിയപ്പോൾ വാസുകിയുടെ മുഖങ്ങളിൽ നിന്ന് വിഷക്കാറ്റ് വീശാൻ തുടങ്ങി. ആ വിഷക്കാറ്റ് ഏറ്റിട്ട് അസുരന്മാർ ചുട്ടുനീറി വളരെയേറെ സങ്കടപ്പെട്ടു. ദേവന്മാർ കുറച്ച് വിഷമിച്ചു. മേൽപ്പത്തൂർ പറയാണ്, അത് കണ്ടിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം കൊണ്ട് ദേവന്മാരിൽ മേഘങ്ങൾ നന്നായിട്ട് മഴ പെയ്യിച്ചു, എന്നാൽ അസുരന്മാരിൽ മഴ പെയ്യിച്ചതുമില്ല. ഇനി 11ാമത്തെ ശ്ലോകം. ഉദ്ഭ്രാമ്യത് ബഹുതിമി നക്രചക്രവാളേ തത്രാബ്ധോ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹിരോഗാത്. പദം മുറിച്ച് പറയാം. ഉദ്ഭ്രാമ്യത് ബഹു തിമി നക്ര ചക്രവാളെ തത്രാബ്ധൗ ചിരമധിദേ അഭി നിർവികാരേ ഏകഃ ത്വം കരയുഗകൃഷ്ട സർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ഉദ്ഭ്രാമ്യത് ബഹു തിമി നക്ര ചക്രവാളെ തത്ര അബ്ധോ. തിമിംഗലങ്ങളും മുതലകളും ധാരാളമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിൽ ചിരമധിതേ അഭി വളരെ നേരം മഥനം ചെയ്തിട്ടും നിർവികാരെ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏകഹ ഒറ്റയ്ക്ക് കരയുഗ കൃഷ്ട സർപ്പരാജഃ 2 കൈകൊണ്ടും വാസുകിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കടഞ്ഞുകൊണ്ട് സംരാജന്ത്വം ശോഭിക്കുന്ന അവിടുന്ന് പവനപുരേശ ഗുരുവായൂരപ്പ രോഗാത് പാഹി രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. ഇവിടെ തിമിംഗലങ്ങളും മുതലകളുമൊക്കെ ധാരാളമായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിൽ ദേവന്മാരും അസുരന്മാരും അവരിൽ പ്രധാനികളുമൊക്കെ കൂടിച്ചേർന്ന് മഥനം ചെയ്തിട്ടും അമൃത് ലഭിക്കാത്തത് കൊണ്ട് ഭഗവാൻ ഒറ്റയ്ക്ക് കടയാൻ തുടങ്ങി എന്ന് പറയാണ്. മേഘശ്യാമ കനകപരിധി കർണ വിദ്യോത വിദ്യുന്മൂർധ്നിഭ്രാജത് വിരുളിത കജസ്രഗ്ധരേ രക്തനേത്ര ജൈത്രൈർദോർഭിർജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മദ്നാ പ്രതിഗിരിരിവാ ശോഭദാധോ ധൃതാദ്രി. ഭാഗവതം. മേഘം പോലെ ശ്യാമള നിറവും സ്വർണ്ണ നിറമുള്ള മഞ്ഞപ്പട്ടും കർണങ്ങളിലെ മിന്നൽ പോലെ തിളങ്ങുന്ന മകരകുണ്ടലങ്ങളും ശിരസിൽ ചിതറിക്കിടക്കുന്ന ഭംഗിയുള്ള തലമുടിയും മാറിടത്തിലെ വനമാലയും രക്തനിറമായ നേത്രങ്ങളുള്ള ആ ശ്രീഹരി 4 കൈകൾ കൊണ്ട് വാസുകിയെ പിടിച്ചിട്ട് കടകോൽ കൊണ്ട് സമുദ്രമഥനം ചെയ്യുമ്പോൾ രണ്ടാമതൊരു പർവ്വതം പോലെ ശോഭിച്ചു എന്ന് പറയാണ്. അങ്ങനെയെല്ലാം ശോഭിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന കവിയുടെ പ്രാർത്ഥനയോടുകൂടി 27ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. അടുത്തത് 28ാമത്തെ ദശകം ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. 1ാമത്തെ ശ്ലോകം. ഗരളം തരളാനലം പുരസ്താത് ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിബഭൗ ഭവത്പ്രിയാർത്ഥം. പദം മുറിച്ച് പറയാം. ഗരളം തരളാനലം പുരസ്താത് ജലധേരുഹു ഉദ്വിജകാള കാളകൂടം അമരസ്തുതി വാദമോദനിഘ്നഃ ഗിരിശഃ തത് നിബഭൗ ഭവത് പ്രിയാർത്ഥം. പുരസ്താത് ഉദദേഹേ തരളാനലം കാളകൂടം ഉദ്വിജകാള. ആദ്യം സമുദ്രത്തിൽ നിന്ന് തരള അനലം ഇളകുന്ന അഗ്നിജ്വാലകളോടുകൂടിയ ആ കാളകൂടവിഷം ഉദ്ഗളിതമായി ഉയർന്നു വന്നു. ഗിരിശഃ അമരസ്തുതിവാദ മോദ നിഘ്നഃ. ശ്രീ പരമേശ്വരൻ ദേവന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ടതുകൊണ്ടുണ്ടായ സന്തോഷം കൊണ്ട്
തത് ആ വിഷത്തെ ഭവത്പ്രിയാർത്ഥം ഭഗവാനെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നിബഭൗ പാനം ചെയ്തു. അപ്പോൾ അതിശക്തിയോടുകൂടി മഥനം ചെയ്ത സമയത്ത് കലങ്ങി മറിഞ്ഞിരിക്കുന്ന സമുദ്രത്തിൽ നിന്ന് അതിഭയങ്കരമായ ഹലാഹലം എന്ന ഒരു വിഷം ആദ്യം ആവിർഭവിച്ചു. അസഹ്യവും പ്രതിവിധിയില്ലാത്തതുമായ ആ വിഷത്തെ കണ്ടിട്ട് സകല പ്രജകളും ഭയപ്പെട്ടു. മഹാദേവനെ ആശ്രയിക്കുകയല്ലാതെ വേറെ പോംവഴി ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ദേവന്മാര് സദാശിവനെ ശരണം പ്രാപിച്ച് സ്തുതിച്ചു. സ്തുതി കേട്ട് സന്തോഷിച്ച മഹാദേവൻ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി ആ വിഷത്തെ പാനം ചെയ്തു എന്ന് മേൽപ്പത്തൂര് പറയുന്നു. തതഃ കരതരീകൃത്യ വ്യാപിഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. ഭാഗവതം. അനന്തരം സർവഭൂതങ്ങളെയും രക്ഷിക്കുന്ന മഹാദേവൻ സർവത്ര വ്യാപിക്കുന്ന ഹലാഹലം എന്ന വിഷം തൻ്റെ കൈക്കുമ്പിളിലെടുത്തുകൊണ്ട് കരുണയോടുകൂടി ഭക്ഷിച്ചു. ഇനി രണ്ടാമത്തെ ശ്ലോകം. വിമധസ്തു സുരാസുരേഷു ജാതാ സുരഭിസ്താം ഋഷിശൂന്യഥാസ്ത്രിധാമൻ ഹയരത്നമഭൂതദേഭരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി. പദം മുറിച്ച് പറയാം. വിമതസ്സു സുരാസുരേഷു ജാതാ സുരഭിഃ താം ഋഷിഷു ന്യഥാഃ ത്രിധാമൻ ഹയരത്നം അഭൂത് അഥ ഇഭരത്നം ദ്യുതരുഃ ച അപ്സരസഃ സുരേഷു താനി. സുരാസുരേഷു വിമതസ്സു ദേവാസുരന്മാരെ നല്ലതുപോലെ മഥനം ചെയ്യുന്ന സമയത്ത് സുരഭിഹി ജാതാഹ കാമധേനു ഉണ്ടായി. ഹേ ത്രിധാമൻ ഭഗവാനെ അവിടുന്ന് താം ആ കാമധേനുവിനെ മഹർഷിമാരിൽ അർപ്പിച്ചു. അഥ പിന്നീട് ഹയരത്നം വിശിഷ്ടമായ അശ്വവും ഉച്ചസ്രവസ് എന്ന കുതിര, ഇഭരത്നം ശ്രേഷ്ഠമായ ഗജവും ഐരാവതം എന്ന ആന, ദ്യുതരുഹു അഭൂത് കൽപ്പകവൃക്ഷവും ഉണ്ടായി. അപ്സരസഹാച്ച അപ്സര സ്ത്രീകളും ഉണ്ടായി. താനി സുരേഷു അതെല്ലാം ദേവന്മാരിൽ അർപ്പിച്ചു, ദേവന്മാർക്ക് കൊടുത്തു. പിന്നീട് സമുദ്രത്തിൽ നിന്ന് കാമധേനു ഉയർന്നു വരികയാണ്. ആ കാമധേനുവിനെ യജ്ഞങ്ങളുടെ അനുഷ്ഠാനത്തിനാവശ്യമായ പരിശുദ്ധ ഹവിസ്സിന് വേണ്ടിയിട്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിൽ തൽപരരായ ഋഷികൾ സ്വീകരിച്ചു. പിന്നീട് ഉച്ചസ്രവസ് എന്ന അശ്വം ആവിർഭവിച്ചു. ആ കുതിരയെ അശ്വത്തെ മഹാബലി സ്വീകരിച്ചു. പിന്നീട് ഐരാവതത്തെ ഇന്ദ്രൻ സ്വീകരിച്ചു. പിന്നീട് കൗസ്തുഭം എന്നു പേരായ പത്മരാഗം എന്ന രത്നം ഉയർന്നു വന്നു. മാറിടത്തിലെ ഒരു അലങ്കാരമായിട്ട് ആ രത്നത്തെ മഹാവിഷ്ണു സ്വീകരിച്ചു. പിന്നീട് വന്ന പാരിജാത വൃക്ഷം ദേവലോകത്തിന് അലങ്കാരമായി. പിന്നീട് അപ്സര സ്ത്രീകൾ ആവിർഭവിച്ചു. ആ അപ്സരസ്സുകളെ ദേവന്മാർ സ്വീകരിച്ചു. ഇനി മൂന്നാമത്തെ ശ്ലോകം. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യ യാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. പദമുറിച്ച് പറയാം. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യ യാം വിലോലഃ സകലഃ അപി സ്പൃഹയാം ബഭൂവ ലോകഃ. ഹേ ജഗദീശ, ഹേ ഗുരുവായൂരപ്പ, തദാനീം അപ്പോൾ ഭവത്പരാ കമനീയാ ദേവി കമലാ ബഭൂവ അങ്ങയിൽ അനുരക്തയും സുന്ദരിയുമായ ലക്ഷ്മീദേവി ഉദ്ഭവിച്ചു. സകലഃ അഭിലോകഃ സർവജനങ്ങളും അമലാം യാം അവലോക്യ യാതൊരു ദോഷവുമില്ലാത്ത ആ ദേവിയെ കണ്ടിട്ട് വിലോലഃ മനസ്സിളകിയിട്ട് സ്പൃഹയാം ബഭൂവ ആ ദേവിയെ ആഗ്രഹിച്ചു. ഇവിടെ ലക്ഷ്മി ദേവി അവതരിക്കാണ്. തതശ്ചാവിരഭൂ സാക്ഷാത്
ശ്രീരമാ ഭഗവത്പരാ രഞ്ജയന്തി ദിശകാന്ത്യ വിദ്യുത്സൗദാമിനി യഥാ. ഭാഗവതം. സുദാമാവെന്ന പർവ്വതത്തിൽ പ്രകാശിക്കുന്ന മിന്നലെന്ന പോലെ ശോഭ കൊണ്ട് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ അനുരക്തയും സുന്ദരിയുമായ ലക്ഷ്മീദേവി ഉദ്ഭവിച്ചു. സർവജനങ്ങളും ദേവന്മാര്, അസുരന്മാര്, മനുഷ്യര് എന്നിവരെല്ലാവരും തന്നെ ദേവിയിൽ ആഗ്രഹമുള്ളവരായിട്ട് ഭവിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഠികാം വ്യധാരീത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതിഗീർഭിരഭ്യഷിഞ്ചൻ. പദം മുറിച്ച് പറയാം. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രഃ മണിപീഠികാം വ്യധാരീത് സകല ഉപഹൃത അഭിഷേചനീയൈഃ ഋഷയഃ താം ശ്രുതിഗീർഭിഃ അഭ്യഷിഞ്ചൻ. ത്രിദശേന്ദ്രഃ തഥാ ഏവ ദേവേന്ദ്രൻ അപ്പോൾ തന്നെ ത്വയി ദത്തഹൃദേ ദേവ്യൈ അങ്ങയിൽ ഹൃദയത്തെ അർപ്പിച്ച ദേവിക്കായിക്കൊണ്ട് മണിപീഠികാം രത്നസിംഹാസനത്തെ വ്യധാരീത് കൊടുത്തു. ഋഷയഃ ഋഷിമാര് സകല ഉപഹൃത അഭിഷേചനീയൈ എല്ലാവരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളാൽ ശ്രുതിഗീർഭിഹി വേദമന്ത്ര ജപങ്ങളെ കൊണ്ട് താം ആ ദേവിയെ അഭ്യഷിഞ്ചൻ അഭിഷേകം ചെയ്തു. ഇവിടെ ഇന്ദ്രാദിദേവന്മാര് ലക്ഷ്മി ദേവിയെ പൂജിക്കുകയാണ്. അപ്പോൾ അങ്ങനെയിരിക്കെ ദേവേന്ദ്രൻ ദേവിക്ക് രത്നസിംഹാസനം സമർപ്പിച്ചു. നദീദേവതകള് ശുദ്ധജലം സമർപ്പിച്ചു. അഭിഷേകത്തിനാവശ്യമായ സകല ഔഷധികളും ഭൂമിദേവി സമർപ്പിച്ചു. പഞ്ചഗവ്യങ്ങളും പുഷ്പബലാദികളും വസന്ത ഋതു സമർപ്പിച്ചു. ഗന്ധർവന്മാര് മംഗളഗാനം പാടി, മേഘങ്ങള് മന്ദം മന്ദം ഗർജിച്ചു. അങ്ങനെ എല്ലാവരാലും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികൾ കൊണ്ട് ബ്രാഹ്മണര് സൂക്തവാക്യങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദിഗ്ഗജങ്ങള് പൂർണ്ണ കലശങ്ങൾ കൊണ്ട് ശ്രീദേവിയെ അഭിഷേകം ചെയ്തു. ഇനി 5-ാമത്തെ ശ്ലോകം. അഭിഷേകജലാനുപാതിമുക്തത്വദഭാംഗൈവര ത്വദഭാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്താമരാധയോന്വഭൂഷൺ. പദമുറിച്ച് പറയാം. അഭിഷേക ജല അനുപാതി മുക്ത ത്വത് അഭാംഗൈഹി അവഭൂഷിത അംഗവല്ലീം മണികുണ്ടല പീതചേലഹാര പ്രമുഖൈഹി താം അമരാദയഃ അന്വഭൂഷൺ. അഭിഷേകജലാനുപാതി മുക്ത ത്വത് അഭാംഗൈഹി അഭിഷേകജലത്തിന് പിമ്പെ ചെന്നു വീഴുന്ന മനോഹരമായ നിന്തിരുവടിയുടെ കടാക്ഷങ്ങളാൽ അവഭൂഷിത അംഗവല്ലിയും താം അലങ്കൃതമായ ആ ദേവിയെ അമരാദയഃ ദേവന്മാർ മുതലായവര് മണികുണ്ടല പീതചേല ഹാര പ്രമുഖൈഹി അന്വഭൂഷൺ രത്നകുണ്ടലങ്ങള്, മഞ്ഞപ്പട്ട്, മുത്തുമാല എന്നിവ കൊണ്ട് വീണ്ടും അലങ്കരിച്ചു. ഇവിടെ അഭിഷേകജലത്തിന് ആനുപാതികമായിട്ട് പിമ്പെ ചെന്നു വീഴുന്ന മനോഹരമായ ഭഗവാന്റെ കടാക്ഷങ്ങളാൽ അലങ്കൃതമായ ദേവിയെ എന്ന് മെൽപ്പത്തൂർ പറയുമ്പോൾ ദേവാദികൾ ദേവിക്ക് അഭിഷേകം ചെയ്യുന്നത് ഭഗവാൻ അവിടെ നോക്കി നിൽക്കുകയാണ്. അഭിഷേക ജലത്തിനോടൊപ്പം തന്നെ ഭഗവാന്റെ നോട്ടത്താൽ അലങ്കൃതമായ ശരീരം എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിക്ക് എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടായാലും ദേവിയുടെ മുഖ്യമായ അലങ്കാരം അഭിഷേക ജലത്തിൻ്റെ കൂടെ ദേവിയുടെ ശരീരത്തിൽ അണിയിച്ച ഭഗവാന്റെ കടാക്ഷമാല തന്നെയാണ്, ഭഗവാന്റെ നോട്ടമാണ്. ഇനി 6-ാമത്തെ ശ്ലോകം. വരണസ്രജമാത്ത ഭൃംഗനാദാം ദധതി സാകുജകുംഭമന്ദയാനാം പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം
കലിതവ്രീളവിലാസമാസസാദ. പദം മുറിച്ച് പറയാം. വരണസ്രജം ആത്ത ഭൃംഗനാദാം ദധതി സാ കുജകുംഭമന്ദയാന പദസിഞ്ചിത മഞ്ജു നൂപുരാ ത്വാം കലിതവ്രീളവിലാസം ആസസാദ. ആത്തഭൃംഗനാദാം വണ്ടുകളുടെ നാദത്തോടുകൂടിയ വരണസ്രജം ദധതി വരണമാല എടുത്തവളും. അതുപോലെ കുജകുംഭമന്ദയാന സ്തനകലശങ്ങളുടെ ഭാരം കൊണ്ട് പതുക്കെ നടക്കുന്നവളും. പദസിഞ്ചിത മഞ്ജു നൂപുര സാ കാലിൽ കിലുങ്ങുന്ന മനോഹരങ്ങളായ കാൽത്തളകളോട് കൂടിയവളുമായ സാ ആ ലക്ഷ്മി ദേവി കലിത വ്രീള വിലാസം ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ത്വാം ആസസാദ അങ്ങയെ സമീപിച്ചു. ഇവിടെ വണ്ടുകളുടെ നാദത്തോടുകൂടിയ വരണമാലയെടുത്ത് കാലിൽ കിലുങ്ങുന്ന മനോഹരമായ കാൽത്തളകളോട് കൂടിയിട്ട് സ്തനങ്ങളുടെ ഭാരം കൊണ്ട് മന്ദം മന്ദം നടന്നു വന്ന ലക്ഷ്മി ദേവി ലജ്ജാവിവശയായിട്ട് ഗുരുവായൂരപ്പ അങ്ങയെ സമീപിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാഭി ദിവ്യമാല. പദം മുറിച്ച് പറയാം. ഗിരിശ ദ്രുഹിണ ആദി സർവദേവാൻ ഗുണഭാജഃ അഭി അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയി അനയാ അഭി ദിവ്യമാല. അനയാ ഗിരിശദ്രുഹിണാദി സർവദേവാൻ ലക്ഷ്മീദേവിയാൽ മഹാദേവൻ ബ്രഹ്മാവ് തുടങ്ങി എല്ലാ ദേവന്മാരും ഗുണഭാജഃ അഭി ആശ്രിതവാത്സല്യം ഉള്ളവരാണെങ്കിലും അവിമുക്ത ദോഷലേശാൻ ദോഷാംശങ്ങളിൽ നിന്ന് നിശേഷം വിമുക്തരല്ലെന്ന് അവമൃശ്യ ആലോചിച്ചറിഞ്ഞിട്ട് സദാ ഏവ എപ്പോഴും തന്നെ സർവരമ്യേ സർവപ്രകാരത്തിലും എങ്ങനെയൊക്കെ നോക്കിയാലും കമനീയനായിരിക്കുന്ന ശുദ്ധ സത്വസ്വരൂപനായ ത്വയി അഭി അങ്ങയിൽ തന്നെ ദിവ്യമാല നിഹിത ദിവ്യമായ ഭരണമാല്യം സമർപ്പിക്കപ്പെട്ടു. ലക്ഷ്മീദേവി നോക്കിയപ്പോൾ മഹാദേവൻ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരും സർവഗുണ സമ്പന്നരാണ് എങ്കിലും അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളും ഉണ്ടെന്ന് കാണുകയാണ്. ചിലർ തപസ്വിയാണെങ്കിലും ക്രോധത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ചിലർക്ക് ജ്ഞാനമുണ്ട്, എന്നിരുന്നാലും വിഷയവൈരാഗ്യം തീരെ വന്നിട്ടില്ല. ചിലരിൽ ധർമ്മമുണ്ട്, എന്നാൽ സ്നേഹമില്ല. ചിലർക്ക് സ്വഭാവ ഗുണമുണ്ട്, അവർക്ക് ആയുർദൈർഘ്യവും ഇല്ല. ബ്രഹ്മദേവനെ പോലെ അന്യനെ ആശ്രയിക്കുന്ന ഒരുവൻ സമർത്ഥനല്ല. ശ്രീരുദ്രന് സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവ ഗുണമുണ്ട്, എന്നാൽ വാസസ്ഥാനം ശ്മശാനമായതുകൊണ്ട് മംഗളകരമല്ല. എല്ലാ ഗുണവും തികഞ്ഞ ഒരാളുണ്ട്, മഹാവിഷ്ണു. അദ്ദേഹം ആത്മാരാമനായിരിക്കുന്നത് കൊണ്ട് എന്നെ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഇപ്രകാരമൊക്കെ ആലോചിച്ചിട്ട് ഭഗവാനിൽ തന്നെ ദേവി ആ ദിവ്യമാല അർപ്പിച്ചു എന്ന് മേൽപ്പത്തൂര് പറയാണ്. ഏവം വിമൃശ്യ വ്യഭിചാരി സദ്ഗുണേർവരം നിജൈകാശ്രയതാ ഗുണാശ്രയം വവ്രേവരം സർവഗുണൈരപേക്ഷിതം രമാമുകുന്ദം നിരപേക്ഷമീപ്സിതം. ഭാഗവതം. ധർമ്മം, ജ്ഞാനം മുതലായ സദ്ഗുണങ്ങൾ വിട്ടുപിരിയാതെ ഇരിക്കുന്നതുകൊണ്ടും ആരെയും ആശ്രയിക്കാതെ തന്നെത്താൻ ആനന്ദസ്വരൂപനായിരിക്കുന്നതുകൊണ്ടും ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആശ്രയിച്ചു വരുന്നവരെ ഉപേക്ഷിക്കാതെയും ഇരിക്കുന്ന ഈ പുരുഷോത്തമൻ്റെ സാന്നിധ്യം മാത്രം മതി എന്ന് ആലോചിച്ചറിഞ്ഞിട്ട് ഭഗവതി ദിവ്യമായ വരണമാല്യം ഭഗവാനിൽ തന്നെ അർപ്പിച്ചു. ഇനി 8ാമത്തെ ശ്ലോകം. ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. പദമുറിച്ച് പറയാം. ഉരസാ തരസാ
മമാനിധ ഏനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വത് ഉദര വിലസത് തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യ പരിപുഷ്ടം ആസ വിശ്വം. അനന്യഭാവാം ഏനാം, അങ്ങയിൽ മാത്രം ആകൃഷ്ടയായ ഏനാം ഭുവനാനാം ജനനീം, ഈ ലോകമാതാവിനെ തരസ പെട്ടെന്ന് തന്നെ ഉരസ മമാനിധ തിരുമാറിലിരുത്തി മാനിച്ചു. ത്വത് ഉരോവിലസത് തത് ഈക്ഷണ, ത്വത് ഉരോവിലസത് തത് ഈക്ഷണ ശ്രീ പരിവൃഷ്ട്യ, അവിടുത്തെ തിരുമാറിൽ വിലസുന്ന ദേവിയുടെ കടാക്ഷകാന്തിയുടെ എങ്ങുമുള്ള വർഷത്താൽ വിശ്വം പരിപുഷ്ടം ആസ, ലോകം സമ്പദ്സമൃദ്ധമായി തീർന്നു. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ദേവിക്ക് തൻ്റെ മാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുത്തു എന്ന് പറയാണ്. ത്രിലോകമാതാവായ ലക്ഷ്മീ ദേവിക്ക് ഭഗവാൻ പരമ ഉത്കൃഷ്ടമായ മാറിടം വാസസ്ഥാനമായി നൽകി. ഭഗവാന്റെ മാറിടത്തിൽ വസിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി സ്വപ്രജകളായ ത്രിലോകവാസികളെയും തൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് സമ്പദ്സമൃദ്ധമാക്കി തീർത്തു എന്ന് പറയാണ്. അടുത്തത് 9ാമത്തെ ശ്ലോകം. അതിമോഹന വിഭ്രമാ തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസഃ പദവീമദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യഃ. പദം മുറിച്ച് പറയാം. അതിമോഹന വിഭ്രമ തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസഃ പദവീം അദാഹ ത്വം ഏനാം അതിസമ്മാനനയാ മഹാസുരേഭ്യഃ. തദാനീം അതിമോഹന വിഭ്രമ, അപ്പോൾ അത്യന്തം മോഹത്തെ ജനിപ്പിക്കുന്ന മായാവിലാസങ്ങളോടുകൂടിയ മദയന്തി വാരുണി, മതമുണ്ടാക്കുന്ന വാരുണി ദേവി നിരാഗാത് ഖലു ആവിർഭവിച്ചുവല്ലോ. തമസഹ പദവീം ഏനാം, അജ്ഞാനത്തിന് ഹേതുഭൂതയായ അവളെ അതിസമ്മാനനയ അത്യന്തം ബഹുമാനത്തോടെ മഹാസുരേഭ്യഃ ത്വം അദാഹ, ഭഗവാനെ മഹാ അസുരന്മാർക്ക് ആ വാരുണി ദേവിയെ ഭഗവാൻ സമ്മാനിച്ചു. അപ്പോൾ പിന്നെയും സമുദ്രത്തെ മഥനം ചെയ്തപ്പോൾ മദ്യത്തിൻ്റെ അടിസ്ഥാന ദേവതയായ വാരുണി ദേവി ആവിർഭവിച്ചു. അജ്ഞാനത്തിന് കാരണമായ വാരുണി ദേവിയെ ഭഗവാൻ വളരെ ബഹുമാനത്തോടുകൂടി തന്നെ അസുരന്മാർക്ക് സമ്മാനിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. തരുണാംബുദസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുത്തിദോംബുരാശേ അമൃതം കലശേ വഹൻകരാഭ്യാമഖിലാർത്തിം ഹരമാരുതാലയേശാം. പദം മുറിച്ച് പറയാം. തരുണ അംബുദ സുന്ദരഃ തദാ ത്വം, തരുണാംബുദ സുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിഃ ഉത്ഥിതഃ അംബുരാശേഃ ആശേഃ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. തഥാ തരുണ അംബുദ സുന്ദരഃ ത്വം നനു, അപ്പോൾ പുതുമേഘത്തിൻ്റെ അഴകുള്ള അവിടുന്ന് തന്നെ കരാഭ്യാം ഇരു കൈകൾ കൊണ്ടും കലശേ പൊൻകുടത്തിൽ അമൃതം വഹൻ അമൃതിനെ വഹിച്ചുകൊണ്ട് അംബുരാശേഹേ സമുദ്രത്തിൽ നിന്ന് ധന്വന്തരിഹി ഉത്ഥിതഃ ധന്വന്തരിയായിട്ട് പൊങ്ങി വന്നു. ഹേ മാരുതാലയേശ, ഗുരുവായൂരപ്പ, അഖില ആർത്തിം ഹര, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കണേ. ഇവിടെ കശ്യപപുത്രന്മാരായ ദേവാസുരന്മാരെ പിന്നെയും മഥനം ചെയ്തപ്പോൾ ശ്യാമളവർണ്ണത്തോടുകൂടി അത്യാശ്ചര്യകരമായ സ്വരൂപത്തോടുകൂടിയ ഭഗവാൻ അമൃതം നിറഞ്ഞിരിക്കുന്ന കലശത്തെ വഹിച്ചുകൊണ്ട് പാലാഴിയിൽ നിന്ന് ധന്വന്തരി മൂർത്തിയായിട്ട് പൊങ്ങി വന്നു. ഗുരുവായൂരപ്പ, അവിടുന്ന് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടെ 28ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.